എറണാകുളത്തും ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണ തിരക്കിലാണ്. LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പി രാജീവാണ്. അദ്ദേഹം പ്രചരണത്തിൽ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. വൈകിയാണ് ഹൈബിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും പക്ഷേ വലിയ വെല്ലുവിളിയല്ല, എന്തായാലും മാറിയിട്ടില്ല എന്നുള്ളതാണ്. KV തോമസ് ആയിരിക്കും എന്നുള്ളൊരു സാധ്യതകൾ നേരത്തെ നിലനിന്നിരുന്നെങ്കിലും ഹൈബിയുടെ യുവനിരയെ തന്നെ ഇറക്കിയാണ് UDF അതിനെ നേരിടാൻ എറണാകുളത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മത്സരം ടൈറ്റായി എന്ന് വേണം പറയാൻ. എന്തായാലും ആദ്യഘട്ട പ്രചാരണത്തിൽ ആണ് ഇപ്പോൾ പി രാജീവ് ഉള്ളത്. തുടർന്നും ശക്തമായ ചിട്ടയായ ഒരു പ്രവർത്തനങ്ങളിലോടുകൂടി തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവിടെ ഉള്ളത് UDF. സിറ്റിംഗ് MP KV തോമസിന് പകരമെത്തിയ പുതിയ സ്ഥാനാർത്ഥിയെ ഏറെ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. എറണാകുളത്തിന്റെ പേരിനും പെരുമയ്ക്കും ഒത്തയാളായ ഹൈബി ഇന്നലെ തന്നെ തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. മാതാപിതാക്കളുടെ ശവകുടീരത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷം അന്തരിച്ച നേതാവ് MI ഷാനവാസിന്റെ വീട്ടിലേക്കാണ് ഹൈബി ആദ്യമായി വോട്ടഭ്യർത്ഥിച്ചെത്തിയത്. തുടർന്ന് വിവിധ സൗഹൃദ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോൺഗ്രസ് നേതൃയോഗത്തിലും പങ്കെടുത്തു. പി രാജീവ് എന്ന പ്രബലനായ എതിരാളിയെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും ഹൈബി പറഞ്ഞു. അനൗപചാരികമായി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി നിങ്ങൾ MLA എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുവരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മറുവശത്ത് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ LDF പ്രചാരണത്തിൽ ഒരുപടി മുന്നിലെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനം ആരംഭിച്ചിട്ടില്ലെങ്കിലും വിവിധയിടങ്ങളിലെ സന്ദർശനം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് വെല്ലുവിളിയാണെന്നും എന്നാൽ അതിനെ മറികടക്കാനാവുമെന്നും സ്ഥാനാർത്ഥി പി രാജീവ് പറയുന്നു. ആരാണ് സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ഞങ്ങൾ നോക്കിയിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അംഗീകാരം നേടുക എന്നതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ സമൂഹം പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് ഉയരുക ഒരു വെല്ലുവിളിയാണ്. രാഷ്ട്രീയം ഞങ്ങൾക്ക് അനുകൂലമാണ്. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുക എന്ന വികാരം പൊതുവെ സമൂഹത്തിലുണ്ട്. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ മണ്ഡലമെങ്ങും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രചാരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ LDF ഒരുങ്ങുമ്പോൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അതിനെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. ലെവിൻ കെ വിജയൻ, മീഡിയ 1 കൊച്ചി.